ഹായ്, ഗുഡ് മോർണിംഗ് ചങ്കുകളെ. ഞാൻ രാവിലെ നിങ്ങളെ ഒരു നല്ല കണി കാണിച്ചു തരാം. കണ്ടോ, വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാങ്ങയാണ്. നമ്മൾ താഴെ കിടക്കുകയാണ്. കൈ എത്തി പറിക്കാൻ പാകത്തിന് മാങ്ങ കണ്ടോ, ഇഷ്ടം പോലുണ്ട്. കണ്ടോ, ഇഷ്ടത്തിന് മാങ്ങയുണ്ട്. ഒരു കാര്യം എന്താണെന്നറിയുമോ? ഇപ്പോഴീ മാങ്ങ പറിച്ചാൽ അല്ല അച്ചാറിടുവോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ഇതങ്ങ് പുഴുവായി പോകും. അതാണ്, കണ്ടോ, ഇഷ്ടംപോലെ മാങ്ങയുണ്ട്. താഴെ മുറ്റത്ത് മുട്ടിക്കിടക്കുന്നതാണ്. വേണ്ട, പഴുത്താൽ പുളി, പച്ചയ്ക്ക് പുളി കൊണ്ട് ഇറക്കാൻ പറ്റില്ല. ഇത് വല്ല ഉണങ്ങി വല്ല എണ്ണ മാങ്ങായോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുമായിരിക്കും. അതാണ് ഈ മാങ്ങായുടെ ഗുണമെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ പുളിയാണെന്നുണ്ടെങ്കിലും ഇതിന് നമ്മുടെ പാഷൻ ഫ്രൂട്ടില്ലേ, അതിൻ്റെ ടേസ്റ്റാണ്. ഇത് നമ്മൾ ഈ ഒട്ടുമാവോ അങ്ങനെ എന്തോ വാങ്ങിച്ച് വെച്ചതാണ്. ഒരു മാങ്ങ ഒരു 1 കിലോ 1.5 കിലോ വലിപ്പം വെക്കും. പക്ഷെ ഗുണമില്ല ഇത്. ഇപ്പോഴീ സമയത്ത് ആരെങ്കിലും വേണമെന്നവർ പറിച്ചിട്ട് അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂട്ടാവുന്നുള്ളതേ ഉള്ളൂ. എന്നാലും അതും പുളിയായി. 2-3 പ്രാവശ്യമൊക്കെ ഇത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്താൽ കൊള്ളാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും നമുക്ക് കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള പുളിയായിപ്പോവും. അങ്ങനത്തെ ഒരു മാങ്ങയാണിത്. ഇതിൻ്റെ പേരെന്തുവാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്ന സമയത്ത് ഈ മാവും ഒരു പ്ലാവും ഒക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷെങ്കിൽ ഇത് ഇങ്ങനെയായിപ്പോയി. മാങ്ങയൊക്കെ നല്ല അടിപൊളി മാങ്ങയാണ് കാണാൻ. പുളിയാണ്, പുളി. കഴിഞ്ഞ വർഷം ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കുറച്ച് പഞ്ചസാര വാങ്ങിച്ച് ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്, മാങ്ങ അടുത്തതുണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ പഞ്ചസാര മാവിൻ്റെ ചുവട്ടിലിട്ടാൽ മാങ്ങയിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ട് ആ ശ്രമത്തിനൊന്നും ഞാൻ നിന്നില്ല. പാഴ്വേലയായി പോകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിന്നില്ല കേട്ടോ. അപ്പോഴേ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നമുക്ക് നാളെ പുലർകാലത്ത് വീണ്ടും കാണാം. ഓക്കേ, ടാറ്റാ, ബൈ ബൈ.